നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടെണ്ണൽ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണ വിൽപ്പനശാലകൾക്ക് ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടറുടെ ഉത്തരവ്. വിജയാഹ്ലാദ പ്രകടനത്തിലോ മറ്റ് പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നത് കർശനമായി നിരോധിച്ചു. ഇരിങ്ങാലക്കുടയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കൂടൽമാണിക്യോത്സവത്തിനോടനുബന്ധിച്ച് അകത്തെ സ്റ്റേജിനോട് ചേർന്നുള്ള പന്തൽ പറന്നുപോയി. സ്റ്റേജിന്റെ മേൽക്കൂരയ്ക്കും നാശനഷ്ടം. ചേലക്കരയിലും കൊടുങ്ങല്ലൂരിലും കടുത്ത ഇടിമിന്നലിൽ തെങ്ങ് കത്തി നശിച്ചു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മിൽമ പാൽ വിതരണ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് തകർത്ത് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. പാഞ്ഞാൾ കിളിമംഗലം ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ദേശമംഗലം തലശ്ശേരി MS ബനാത്ത് യത്തീംഖാന അഗതി മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ 4 അന്തേവാസി പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം. ഇതോടെ 200ഓളം പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ. ആശീർവാദവുമായി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും. വാർത്തകൾ വിശദമായി. ഇലക്ഷൻ വോട്ടെണ്ണൽ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണം വിൽപ്പനശാലകൾക്ക് 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. വിജയാഹ്ലാദ പ്രകടനങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നതും കർശനമായും നിരോധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് 2026 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4 നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും സാധ്യതയുണ്ടെന്നും പടക്കങ്ങളുടെ ഉപയോഗം ക്രമസമാധാന പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പാക്കുന്നതിനും ജില്ലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും പടക്കങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിൽപ്പന എന്നിവ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു. 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കളക്ടറുടെ ഉത്തരവ്. മുഴുവൻ പടക്ക നിർമ്മാണ വിൽപ്പനശാലകളും ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും അടച്ചിടണം. ഈ ദിവസങ്ങളിൽ പടക്കങ്ങളുടെ വിൽപ്പനയോ കൈമാറ്റമോ നടത്താൻ പാടില്ല. വിജയാഹ്ലാദ പ്രകടനങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിലൂടെ കളക്ടർ MS മാധവക്കുട്ടി IAS വ്യക്തമാക്കുന്നു. ഇതിൽ പറയുന്ന സ്ഥാപനങ്ങൾ തഹസിൽദാർമാരും പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇരിങ്ങാലക്കുടയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചു. കൂടൽമാണിക്യ ഉത്സവത്തിനോടനുബന്ധിച്ച് അകത്തെ സ്റ്റേജിനോട് ചേർന്നുള്ള പന്തൽ പറന്നുപോയി. സ്റ്റേജിന്റെ മേൽക്കൂരയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കാറ്റിൽ പന്തൽ പടിഞ്ഞാറായി ഊട്ടുപുരയും കിടന്നാണ് വീണത്. ഊട്ടുപുരയുടെ മേൽക്കൂരയിലെ ഓടും പറന്നുപോയി. മഹാത്മാ ലൈബ്രറിക്ക് പുറകിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ 5ാം നിലയിലെ ജനച്ചില്ലുകൾ കാറ്റിൽ വ്യാപകമായി തകർന്നു. ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി മേൽക്കൂരകൾ പറന്നുപോയി. മരങ്ങൾ ഒടിഞ്ഞു വീണു. ശനിയാഴ്ച വൈകിട്ട് ആരംഭിച്ച കാറ്റിലും മഴയിലുമാണ് വ്യാപകമായ നഷ്ടമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ കടുത്ത ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. കൊള്ളന്നൂർ വീട്ടിൽ ജെറോമിന്റെ പുരയിടത്തിലെ തെങ്ങിനാണ് മിന്നലേറ്റത്. കൊടുങ്ങല്ലൂരിലെ പടന്നയിൽ ഇടിമിന്നലേറ്റ തെങ്ങ് കത്തി നശിച്ചു. പടന്ന കൈപ്പാശ്ശേരി വിൻസെന്റിന്റെ പുരയിടത്തിലെ തെങ്ങിനാണ് തീപിടിച്ചത്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മിൽമ പാൽ വിതരണ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് തകർത്ത് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. പെരിങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശത്തുള്ള ചായക്കടയിലേക്കാണ് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞു കയറിയത്. ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ലെങ്കിലും ചായക്കടയ്ക്ക് ഏറെ നാശനഷ്ടമുണ്ടായി. വാഹനത്തിനും കേടുപറ്റിയിട്ടുണ്ട്. കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതായി നാട്ടുകാർ. പാഞ്ഞാൾ പഞ്ചായത്തിലെ കിളിമംഗലം ഉതുവടിയിൽ കുന്നത്ത് ചുങ്ങൻതൊടിയിൽ അലിയുടെ വീടിന് സമീപം കാട്ടാനകൾ കഴിഞ്ഞ ദിവസം 2 തവണ ജനവാസ മേഖലയിലെത്തി എന്നാണ് പറയുന്നത്. RRT ടീമെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. ദേശമംഗലം തലശ്ശേരി SMA ബനാത്ത് യത്തീംഖാന അഗതി മന്ദിരത്തിലെ 4 അന്തേവാസികളുടെ മംഗല്യ സൗഭാഗ്യം നടന്നു. ഇതോടെ 200 അന്തേവാസി പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞ സന്തോഷത്തിലാണ് ഭാരവാഹികൾ. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കാർമ്മികത്വത്തിന് നേതൃത്വം നൽകി. നല്ല ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട വണമ്പള്ളി മുഹമ്മദ് ഫൈസിയാണ് ഇതിന് ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം വളരെ മനോഹരമായ രീതിയിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റുമായി ഈ കമ്മിറ്റി ഇവിടെ സുദൃഢമായ സേവനങ്ങൾ ചെയ്ത് പോയതിൻ്റെ ഭാഗമായി നേരത്തെ ഇവിടെ ശീലിച്ചു പോന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ വിവാഹം കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഇവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. 200ാമത്തെ കുട്ടിയുടെ നിക്കാഹ് കൂടി ഇവിടെ നടക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനം നമുക്കുണ്ട്.
ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ദീൻ അനാഥരെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആരും അനാഥരാവരുത്. ആരെങ്കിലും അനാഥരാകുമ്പോൾ അവരെ ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിന് ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് പ്രവാചക ദർശനം. ഇവിടെ ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ വലിയ എന്ന് പറയുന്നത് ഖാദിയാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആ കുട്ടിയുടെ വലിയ ആയിക്കൊണ്ട് കൈ കൊടുക്കേണ്ടത്. അദ്ദേഹം എന്നെ വക്കാലത്ത് ചെയ്തുകൊണ്ട് ഞാനാണത് ഏറ്റെടുത്ത് നടക്കേണ്ടത്. ഇസ്ലാമിൽ അവിടെ ഒരു സംരക്ഷണം, ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കർമ്മശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അനാഥകളായിട്ടുള്ള ആളുകൾ അവരെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കുക. കോയമ്പത്തൂർ സ്വദേശിനി ഷിഫ എന്ന മണവാട്ടിക്ക് കുറ്റിപ്പുറം സ്വദേശിയായ അബ്ദുൽ ഖാദർ വരനായി എത്തിയപ്പോൾ പഴയന്നൂർ തെക്കേപ്പറ്റിയിൽ നിന്നുള്ള ഷിഫയ്ക്ക് വരനായി എത്തിയത് ചേലക്കര സ്വദേശി ഷിഹാസും ദേശമംഗലം പള്ളം സ്വദേശിനി അൻഫിദയ്ക്ക് വടക്കാഞ്ചേരി മങ്കര സ്വദേശി അബൂ താഹിറും പാലക്കാട് ജില്ലയിലെ മുതുപ്പള്ളി സ്വദേശിനി ഫിദ ഫാത്തിമയ്ക്ക് പാലക്കാട് ജില്ലയിലെ കോതച്ചിറ മുഹമ്മദ് റംഷാദും ഇണകളായി എത്തി. നിക്കാഹ് ഖുതുബ പ്രസംഗം ശിഹാബുദ്ദീൻ കാലമി ഫൈസി നിർവഹിച്ചു. യത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, മുൻ MLA വി ബൽറാം, CV ബാലചന്ദ്രൻ, KK മുരളീധരൻ, ട്രഷറർ M മുഹമ്മദ്, സെക്രട്ടറിമാരായ MP അബ്ദുള്ളക്കോയ തങ്ങൾ, TM ഹംസ, P മമ്മിക്കുട്ടി, മാനേജർ TP ഹംസ, മറ്റു നിരവധി നേതാക്കന്മാരും ചടങ്ങിൽ സംസാരിച്ചു. യത്തീംഖാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സ്വാഗതവും ഷമീർ ദേശമംഗലം നന്ദിയും പറഞ്ഞു. കാലത്ത് 10 മണിക്ക് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. MP അബ്ദുള്ളക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. 1993 7 കുട്ടികളെ കൊണ്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച് ഇപ്പോഴും 100-ൽ പരം അനാഥകളും അഗതികളുമായി പാവപ്പെട്ട പെൺകുട്ടികളെ സംരക്ഷിച്ചു വരുന്ന ഈ സ്ഥാപനം തൃശൂർ ജില്ലയിൽ തന്നെ ഒരു മാതൃകാ സ്ഥാപനമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ കവിതാ സമാഹാരമായ അൻപും അലിവും അല്പം അനുരാഗവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂർ കേരള സാഹിത്യ അക്കാദമി MT ഹാളിൽ വെച്ച് നടന്നു. സാഹിത്യകാരൻ ഡോക്ടർ K സച്ചിദാനന്ദൻ ആദ്യ പകർപ്പ് കവി ഷീജ വക്കത്തിന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. PN ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായി. കവി ഡോക്ടർ C രാവുണ്ണി പുസ്തക പരിചയം നടത്തി. മന്ത്രി ബിന്ദുവിൻ്റെ അധ്യാപകരായ KN രാമൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ R ബിന്ദുവിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള കവിതകളുടെ സമാഹാരമാണ് അൻപും അലിവും അല്പം അനുരാഗവും. ഗ്രീൻ ബുക്സ് തൃശ്ശൂരാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സാഹിത്യകാരൻ ഡോക്ടർ K സച്ചിദാനന്ദൻ ആശംസയും കവി ഡോക്ടർ C രാവുണ്ണി. കുളപ്പള്ളി ഫെസ്റ്റിന് തുടക്കമായി. ഇന്നലെ രാത്രിയിൽ നടന്ന ഗാനമേള പ്രോഗ്രാമോടുകൂടിയായിരുന്നു തുടക്കം. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത്. ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ വൈകിട്ട് 5-ന് കുളപ്പള്ളിയിലെത്തിയ ശേഷം ഘോഷയാത്രയും ഉണ്ടായിരിക്കും. പിന്നീട് ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി അനുരാഗ് മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു കൊടിയേറ്റം. മെയ് 8-ന് വെള്ളിയാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. ക്ഷേത്രം ഭാരവാഹികളും താലപ്പൊലി കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് സുദേവൻ, സെക്രട്ടറി രാമചന്ദ്രൻ പുതിയേരി, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് P ശശികുമാർ, കമ്മിറ്റി അംഗങ്ങളായ ശിവകുമാർ, ശാന്തകുമാരി, നന്ദിനി, ലത, അനൂപ്, ബാബു എന്നിവരും നിരവധി ഭക്തരും പങ്കെടുത്തു. മെയ് 8-ന് വെള്ളിയാഴ്ചയാണ് താലപ്പൊലി. ഞായറാഴ്ച വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കും. സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശശികുമാർ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണി മുതൽ നാടൻപാട്ട്, തിങ്കളാഴ്ച വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, ചൊവ്വാഴ്ച വൈകിട്ട് ഉത്സവ ട്രീറ്റ്, ബുധനാഴ്ച വൈകിട്ട് സദനം ഹരികുമാർ എഴുതി സംവിധാനം ചെയ്ത മണ്ടോതിരി കഥകളി, വ്യാഴാഴ്ച വൈകിട്ട് ഡബിൾ തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടാകും. താലപ്പൊലിക്ക് മാറ്റുകൂട്ടാൻ മംഗലാംകുന്ന് ഗജവീരന്മാരും അണിനിരക്കും.
താലപ്പൊലി ദിവസം വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 1-ന് പേരക്കുളത്തിന് സമീപത്തു നിന്നും കുമ്മാട്ടി പുറപ്പെടും. തുടർന്ന് മന്തത്ത് കേളി, 2:30-ന് പഞ്ചവാദ്യം, പൂതൻ തിറകളി, വൈകിട്ട് 4-ന് പഞ്ചവാദ്യത്തോടെ വേല പുറപ്പെടും. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ പഞ്ചവാദ്യം, വൈകിട്ട് പാണ്ടിമേളം, ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളത്തോടെ താലപ്പൊലി സമാപനമാകുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായും ഭക്തരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്ന് 3-ാം തീയതി ഇന്ന് വൈകിട്ട് 7 മണിക്ക് നാടൻ പാട്ടാണ് നടക്കുന്നത്. അത് കരിമ്പ, പാലക്കാടുള്ള കരിമ്പ ഫോക്ക് മ്യൂസിക് ബാൻഡ് അവര് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടാണ്. പിന്നെ നാളെ 4-ാം തീയതി നൃത്യങ്ങളാണ്. അതിവിടെ പരിസര പ്രദേശത്തുള്ള ഈ പ്രദേശത്തുള്ള കലാകാരന്മാർ അവരുടെ ടീമുകൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ, അതുപോലെ തിരുവാതിരക്കളികൾ അതുണ്ട് നാളെ. ചൊവ്വാഴ്ച 5-ാം തീയതി ഒരു പ്രോഗ്രാമുള്ള ഉത്സവ് ട്രീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് കരോക്കെ ഗാനമേളയുണ്ട്, അതുപോലെ ഫിഗർ ഷോ, മാജിക് ഷോ, നടൻ പാട്ടുകൾ, ഇതെല്ലാം കൂടി മിമിക്കൽ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ആ പ്രോഗ്രാം. പിന്നെ ബുധനാഴ്ച മെയ് 6-ാം തീയതി സദനം ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള കഥകളിയാണ്, കഥ മണ്ടോദരി. അത് ബുധനാഴ്ചയാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ 7-ാം തീയതി വ്യാഴാഴ്ച ഇവിടെ ക്ഷേത്ര പരിസരത്ത് നൃത്യങ്ങളുണ്ട് വൈകിട്ട് 7 മണിക്ക്. അതുപോലെ പാലക്കുറിശി പറമ്പില് ഡബിൾ തായമ്പകയുണ്ട്. അത് അവതരിപ്പിക്കുന്നത് കുമാരി ലഹിത കൃഷ്ണദാസ് മാർഗി, ചെറുശ്ശേരി അർജുന എസ് മാരാർ അവരുടെ നേതൃത്വത്തിലുള്ള ഡബിൾ തായമ്പകയാണ്. അത് പാലക്കുറിശി പറമ്പിൽ. പിന്നെ 8-ാം തീയതി താലപ്പൊലിയാണ്. താലപ്പൊലി ദിവസം പതിവ് പോലെ രാവിലെ ഗണപതി ഹോമം, അതുപോലെ ഉഷപൂജ, ഉച്ചപൂജ, ചന്ദനം താഴത്തില് ഭഗവതിക്ക്, പിന്നെ കുമ്മാട്ടി പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് പേരക്കുളത്ത് സമീപത്ത് നിന്ന് കുമ്മാട്ടി പുറപ്പെടും. 1:30-ക്ക് മന്നത്ത് കേളി, പിന്നെ 2:30-ക്ക് മന്നത്ത് പഞ്ചവാദ്യം, പിന്നെ പൂതൻ തിറ കളിയൊക്കെ ഉണ്ടാവും. വൈകിട്ട് 4 മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി വേല പാലക്കുറിശി പറമ്പിൽ നിന്ന് പുറപ്പെടും. 4:30 മുതൽ 6 വരെ ക്ഷേത്ര സന്നിധിയിലെ പഞ്ചവാദ്യം, പിന്നെ 6 മുതൽ 7 വരെ പാണ്ഡിമേള, തുടർന്ന് ചുറ്റുവിളക്കും ദീപാരാധന ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറപ്പള്ള ഇളയ ഭഗവതി കുഞ്ഞമുത്തൻ ക്ഷേത്രത്തിലെ 3-ാം പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തന്ത്രി യാക്കര രാജേഷ് എംബ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, കലശപൂജ, പ്രതിഷ്ഠാദിന പൂജ, അന്നദാനം എന്നിവ ഉണ്ടായി. ശനിയാഴ്ച വൈകിട്ട് കല്ലൂർ കല്ലമ്പക്ക ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുംഭെഴുന്നള്ളിപ്പുണ്ടായി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. കുഞ്ഞുമുത്തൻ ക്ഷേത്രത്തിലെത്തി വലം വെച്ചു. ശനിയാഴ്ച വൈകിട്ട് 17 ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ക്ലാസിക്കൽ നൃത്തം, വീരനൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കുംഭം എഴുന്നള്ളിപ്പും അതിനുശേഷം വൈകുന്നേരത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെയും മറ്റ് ആളുകളുടെയും കലാപരിപാടികളും, അതിനുശേഷം നാളെ രാവിലെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ രാജേഷ് നേരളമന യാക്കര പാലക്കാട് അവരുടെ നേതൃത്വത്തിലാണ് ഈ പൂജകളും മറ്റ് വഴിപാടുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ക്ഷേത്രം 40 വർഷത്തോളമായി ഇടിഞ്ഞു പൊഴിഞ്ഞ് ജീർണിച്ച ഒരവസ്ഥയിലായിരുന്നു. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾ, ഏകദേശം 60ഓളം കുടുംബാംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അവരെല്ലാവരുടെയും അക്ഷീണമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഇന്ന് കാണുന്ന ആ ക്ഷേത്രത്തിന്റെ സമൃദ്ധി, ഐശ്വര്യമെല്ലാം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നടന്ന എല്ലാ കുടുംബങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതിനും അക്ഷീണമായിട്ട് അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം എല്ലാവരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാവരും നിരന്തരം സമ്പർക്കം വരികയും നാടിൻ്റെ അഭിവൃദ്ധിയും ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകൾക്കും അഭിവൃദ്ധിയും എല്ലാം ഇതിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ ചുടുവാൽത്തൂർ വെസ്റ്റ് 20-ാം വാർഡും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ഞായറാഴ്ച ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്ര ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ 20-ാം വാർഡ് ചുടുവാലത്തൂർ വെസ്റ്റും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു പരിശോധനാ ക്യാമ്പ് നടത്തിയത്.
പ്രശസ്തരായ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങളും പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കുന്നു. പരിചയസമ്പന്നരായ ഓപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമായിരുന്നു. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് സ്കാനിംഗ്, ബ്ലഡ് പ്രഷർ, പ്രമേഹം എന്നിവ സൗജന്യമായി പരിശോധിക്കും. കണ്ണു പരിശോധിച്ച കണ്ണട നിർദ്ദേശിക്കുന്നവർക്ക് മിതമായ നിരക്കിലും കണ്ണട ലഭ്യമാണ്. ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. ക്യാമ്പിന് 20ാം വാർഡ് കൗൺസിലർ എ പ്രദീപ് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെണ്ണൽ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണ വിൽപ്പനശാലകൾക്ക് ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടറുടെ ഉത്തരവ്. വിജയാഹ്ലാദ പ്രകടനത്തിലോ മറ്റ് പൊതുപരിപാടികളിലോ പടക്കം പൊട്ടിക്കുന്നത് കർശനമായി നിരോധിച്ചു. ഇരിങ്ങാലക്കുടയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കൂടൽമാണിക്യ ഉത്സവത്തിനോടനുബന്ധിച്ച് അകത്തെ സ്റ്റേജിനോട് ചേർന്നുള്ള പന്തൽ പറന്നുപോയി. സ്റ്റേജിന്റെ മേൽക്കൂരയ്ക്കും നാശനഷ്ടം. ചേലക്കരയിലും കൊടുങ്ങല്ലൂരിലും കടുത്ത ഇടിമിന്നലിൽ തെങ്ങ് കത്തി നശിച്ചു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മിൽമ പാൽ വിതരണ വാഹനം നിയന്ത്രണമിട്ട് വൈദ്യുതി പോസ്റ്റ് തകർത്ത് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. പാഞ്ഞാൾ കിളിമംഗലം ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ദേശമംഗലം തലശ്ശേരി MS ബനാത്ത് യത്തീംഖാന അഗതി മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ 4 അന്തേവാസി പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം. ഇതോടെ 200ഓളം പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ. ആശീർവാദവുമായി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.